പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ഏതൊക്കെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സുകളെന്നും അവിടെ ഫൈനൽ അക്കൗണ്ടിംഗ് എന്നതിന്റെ പ്രാധാന്യം എന്താണെന്നും ഫൈനൽ അക്കൗണ്ട്സിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ ക്ലാസ്സിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട്സിന്റെ കമ്പോണൻസിൽ ഒന്നായ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും പരിചയപ്പെട്ട ടെർമിനോളജി തന്നെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന് സമാനമായ ഒരു ഫോർമാറ്റാണ്. ക്യാഷ് ബുക്കിന് സമാനമായത് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറൈസ്ഡ് ഫോം. ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് അറിയാം, ഡെയിലി എഴുതുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറി ഫോമാണ്. സാധാരണ ക്യാഷ് ബുക്ക് നമ്മൾ എഴുതുന്നത് ഡെയിലി ബേസിസിലാണ്, അതായത് ഡേറ്റ് ഇട്ട് ഓരോ ദിവസത്തെയും ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്താണ് പോണത്. പക്ഷേ ഇത് ഒരു പീരീഡിന്റെ എൻഡിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ്. അതായത് എല്ലാ ലെഡ്ജേഴ്സിന്റെയും കൂടെ ഒരു സമ്മറി ആയിരിക്കും ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്നത്. നമുക്ക് ഈ ക്ലാസ്സിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമുക്ക് മനസ്സിലാക്കാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സാധാരണ ലെഡ്ജർ എഴുതുന്ന അതേ രൂപത്തിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനൊരു ടി ഷേപ്പ് ആണ്. ടി ഷേപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 2 സൈഡാണുള്ളത്. ഇടത് സൈഡും വലത് സൈഡും. ഇടത് സൈഡിനെ സാധാരണ നമ്മൾ അക്കൗണ്ടിങ് ടെർമിനോളജിയിൽ ഇടത് സൈഡിനെ ഡെബിറ്റ് എന്നും വലത് സൈഡിനെ ക്രെഡിറ്റ് എന്നും നമ്മൾ പറയും. ഇവിടെ ഇടത് സൈഡിനെ ഡെബിറ്റ് എന്ന് നമ്മൾ പറയുന്നതിന് പകരം റെസീപ്റ്റ് സൈഡ് എന്നും വലത് സൈഡിനെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പേയ്മെന്റ്സ് എന്നും പറയുന്നു എന്ന് മാത്രം. അപ്പോ ഒന്നും കൂടെ വ്യക്തമാക്കാം. ഇടത് സൈഡ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നതിന് പകരം റെസീപ്റ്റും വലത് സൈഡ് പേയ്മെന്റും. രണ്ടിനും എമൗണ്ട് കോളം ഉണ്ടാകും. ഇനി ഇതിനകത്ത് വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ഇതിൽ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ഐറ്റംസും, അതായത് ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നോ വേർതിരിവില്ലാതെ ക്യാഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനിലുള്ള എല്ലാ ലെഡ്ജേഴ്സിന്റെയും സമ്മറി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. ക്യാഷുമായിട്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ക്യാഷും ബാങ്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. നിങ്ങൾക്കറിയാം, ക്യാഷ് ബുക്കിന്റെ സാധാരണഗതിയിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും, അല്ലെ? ക്യാഷ് ബുക്കിന്റെ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും, ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇവിടെയും അതേമാതിരി തന്നെയാണ്. ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷിന്റെയും ബാങ്കിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ വരും എന്ന് പറഞ്ഞു. സോ ഒരു വ്യത്യാസം ഇവിടെ ഉള്ളത്, ക്യാഷിന്റെയും ബാങ്കിന്റെയും ബാലൻസസ് വരും. നേരത്തെ ആണെങ്കിൽ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷിന്റെയും ബാങ്കിന്റെയും ബാലൻസ് വരും. എങ്ങനെയാണ്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയിട്ട് 2 കോളമായിട്ടാണ് നമ്മൾ അത് മെൻഷൻ ചെയ്യുന്നതെന്ന് മാത്രം. ഇവിടെ അതിന് പകരം ഒരേ കോളത്തിൽ തന്നെ ക്യാഷിന്റെയും ബാങ്കിന്റെയും ബാലൻസ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എഴുതും. ഉണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് ഇൻ ബാങ്ക്, ഇത് രണ്ടും വരാം. ക്ലിയർ ആണല്ലോ? അപ്പം ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് ഇൻ ബാങ്ക്. ഇത് ഏത് സൈഡിൽ വരും? റെസീപ്റ്റ് സൈഡിൽ വരും. ക്യാഷ് ബുക്ക് ഹാസ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു ലെഡ്ജറിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഏത് ഭാഗത്തായിരിക്കും വരുന്നത്?
ഇടത്തെ സൈഡിലായിരിക്കും വരുന്നത്, ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത് അല്ലെ. ഇവിടെയും അതുപോലെ തന്നെ അതേ റൂൾ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് വിൽ ബി ഡെബിറ്റഡ്. സംശയമില്ലല്ലോ. നമുക്ക് റെസീപ്റ്റ് സൈഡിൽ വരുന്ന മറ്റ് ഐറ്റംസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. സബ്സ്ക്രിപ്ഷൻസ്, ഈ വാക്ക് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടതാണ്. എന്താണ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് അതിന്റെ മെമ്പേഴ്സിൽ നിന്നും സ്വീകരിക്കുന്ന വരിസംഖ്യയാണെന്ന് പറഞ്ഞു. ഈ വരിസംഖ്യയാണ് ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. അപ്പോ സബ്സ്ക്രിപ്ഷൻസ് റിസീവ് ചെയ്യുന്നത്, വരിസംഖ്യ റിസീവ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ഇൻക്രീസ് ദി ക്യാഷ് ബാലൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് റെസീപ്റ്റ്സ്. അപ്പോൾ റെസീപ്റ്റ്സ് എന്ന് പറയുന്ന സൈഡിൽ വരും സബ്സ്ക്രിപ്ഷൻസ്. അപ്പം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു വരുമാനമാണ്. അടുത്ത ഒരു സംഗതിയാണ് ജനറൽ ഡൊണേഷൻസ്. ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് റെസീപ്റ്റ് സൈഡിൽ വരും. പഴയ ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, വേസ്റ്റ് പേപ്പർ, ഇങ്ങനെയുള്ള സംഗതികൾ എന്തെങ്കിലും വിൽക്കുകയോ മറ്റോ ചെയ്താൽ ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. സോ ഇറ്റ് വിൽ കം ഓൺ ദി സൈഡ് ഓഫ് റെസീപ്റ്റ്സ്. പഴയ സ്പോർട്സ് മെറ്റീരിയലോ മറ്റോ വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ റെസീപ്റ്റ് സൈഡിൽ എഴുതും. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തെങ്കിലും ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല, ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റിൽ വന്നാലും റെസീപ്റ്റ് സൈഡിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷും ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇനി പേയ്മെന്റ് സൈഡിൽ എന്തൊക്കെ വരാം? നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് ബാലൻസ്, ഇഫ് ഇറ്റ് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. നേരത്തെ നമ്മൾ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ബാലൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് ലയബിലിറ്റി ആണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. മറ്റൊരു ഐറ്റം വേജസ് ആൻഡ് സാലറീസ്. ഏതെങ്കിലും തരത്തിലുള്ള കൂലിയോ ശമ്പളമോ കൊടുത്താൽ പേയ്മെന്റ് സൈഡിൽ വരും. റെന്റ് പേ ചെയ്താൽ അത് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. റൈറ്റ്സ് ആൻഡ് ടാക്സസ്, ഏതെങ്കിലും തരത്തിലുള്ള നികുതി, കെട്ടിട നികുതിയോ ഏതെങ്കിലും തരത്തിലുള്ള നികുതി കൊടുത്താൽ പേയ്മെന്റ് സൈഡിൽ വരും. വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്താൽ എന്ന് പറയുന്നതിന്റെ കാരണം പേയ്മെന്റ് ആയതുകൊണ്ടാണ്. പേയ്മെന്റ്സ് എല്ലാം പേയ്മെന്റ് സൈഡിൽ വരും. ഇൻഷുറൻസ് പെയ്ഡ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദി മെമ്പേഴ്സ് ഓർ എനി അസറ്റ്സ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പേയ്മെന്റ് സൈഡിൽ വരും. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടി മുടക്കുന്ന പൈസ കൊടുക്കുന്നതാണ്, അത് പേയ്മെന്റ് സൈഡിൽ വരും. അപ്പോൾ കുറച്ച് ഐറ്റംസ് ആയി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സൈഡിൽ വരുന്ന കുറെ ഐറ്റംസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. ഇനിയുമുണ്ട് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ്, ലാഭവിഹിതം. ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതിൽ നിന്നും ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കിട്ടിയാൽ അത് റെസീപ്റ്റ് സൈഡിൽ വരും. ഏതെങ്കിലും ലോക്കർ ഫെസിലിറ്റി, നിങ്ങൾക്ക് അറിയാം, വീഗാലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ലോക്കർ എടുക്കാറുണ്ട്, അതിൽ നിന്നുള്ള റെന്റ് കിട്ടും ഓർഗനൈസേഷൻ. അപ്പോൾ അത് റെസീപ്റ്റ് ആണ്, അത് റെസീപ്റ്റ് സൈഡിൽ വരും. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആക്രി സാധനങ്ങൾ, ഏതെങ്കിലും സാധനങ്ങൾ കേടാവുകയോ മറ്റോ ചെയ്താൽ അത് സ്ക്രാപ്പ് ആക്രി വിലയ്ക്ക് വിറ്റാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം റെസീപ്റ്റ് സൈഡിൽ വരും. പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ, അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു സംഗീത വിരുന്ന് നടത്തി,
ചാരിറ്റി പർപ്പസിന് വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രളയ ദുരിതാശ്വാസത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം കിട്ടുന്നത് റെസിപ്റ്റ് സൈഡിൽ വരും. മിസ്ലേനിയസ് റെസീപ്റ്റ്സ്, മറ്റ് പലതരത്തിലുള്ള റെസീപ്റ്റ്സും മറ്റ് പല വകയിലുള്ള റെസീപ്റ്റ്സും റെസിപ്റ്റ് സൈഡിൽ വരും. ഗ്രാന്റ് ഇൻ എയ്ഡ് ഫ്രം ഗവൺമെന്റ് ഓർ എനി അതർ ഓർഗനൈസേഷൻസ്, അതും റെസിപ്റ്റ് സൈഡിൽ വരും. ദെൻ പോസ്റ്റേജ് ആൻഡ് കൊറിയർ, എന്തെങ്കിലും സാധനങ്ങൾ കൊറിയർ ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടാകുന്ന ചെലവ്, അത് പേയ്മെന്റ് സൈഡിൽ വരും. ദെൻ അഡ്വർടൈസ്മെന്റിന് കൊടുക്കുന്ന ചെലവ്, അത് പേയ്മെന്റ് സൈഡിൽ വരും. മറ്റു പലതരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ടാകും. സൺട്രി എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ അത് പേയ്മെന്റ് സൈഡിൽ വരും. ടെലിഫോൺ ചാർജസ് പേ ചെയ്യുന്നത് പേയ്മെന്റ് സൈഡിൽ വരും. എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, ഓഫീസിലുള്ള മറ്റ് റിക്രിയേഷൻ ആക്ടിവിറ്റീസിനോ എന്തെങ്കിലും മറ്റോ ചിലവാക്കുകയാണെങ്കിൽ അതിന് ഫോർ എക്സാമ്പിൾ TV കണക്ട് ചെയ്തിട്ട് അതിന്റെ കേബിൾ ചാർജസ് കൊടുക്കുകയാണ്, അത് എന്റർടൈൻമെന്റ് എക്സ്പെൻസസിൽ വരും, അത് പേയ്മെന്റ് സൈഡിൽ വരും. ഓഡിറ്റ് ഫീ, ബുക്സ് ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഫീസ് പേയ്മെന്റ് സൈഡിൽ വരും. ദെൻ ലെഗസീസ്, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. ലെഗസീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പൂർവ്വ മെമ്പേഴ്സോ എന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം ഫിക്സ് ചെയ്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ദാറ്റ് ഈസ് ലെഗസി, അത് റെസിപ്റ്റ് സൈഡിൽ വരും. സ്പെസിഫിക് ഡൊണേഷൻസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ അത് റെസിപ്റ്റ് സൈഡിൽ വരും. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വിറ്റാൽ അത് റെസിപ്റ്റ് സൈഡിൽ വരും. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഏതെങ്കിലും അസറ്റ് വിറ്റാൽ അത് റെസിപ്റ്റ് സൈഡിൽ വരും. ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഒരു തവണയായിട്ട് വാങ്ങുന്ന മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻ കൂടാതെ, അത് റെസിപ്റ്റ് സൈഡിൽ വരും. എൻട്രൻസ് ഫീസ്, അഡ്മിഷന് ഒരു മെമ്പറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വാങ്ങിക്കുന്ന ഫീസ്, അത് റെസിപ്റ്റ് സൈഡിൽ വരും. ഹോണറേറിയം, ഹോണറേറിയം എന്ന് പറഞ്ഞാൽ ഈ ഭാരവാഹികൾക്ക് തന്നെ ശമ്പളം പോലെ അതിന് പകരമായിട്ട്, ശമ്പളം എന്ന് പറയത്തില്ല, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹോണറേറിയം, അതിന് കൊടുക്കുന്ന പേയ്മെന്റ് സൈഡിൽ വരും. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയറോ റിന്യൂവൽസോ നടത്തിയാൽ അതിന് കൊടുക്കുന്ന പേയ്മെന്റ്സ് റിപ്പയേഴ്സിൽ വരും. അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, ഗ്രൗണ്ട് മെയിൻറ്റെയിൻ, ഇപ്പൊ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസസ്, അത് പേ ചെയ്താൽ അത് പേയ്മെന്റ് സൈഡിൽ വരും. കൺവെയൻസ്, യാത്രാ ചെലവുകൾ, അത് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് പേയ്മെന്റ് സൈഡിൽ വരും. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, പത്രമാസികകൾ വരുത്തുന്നതിനുള്ള ചെലവ്, അത് പേ ചെയ്താൽ പേയ്മെന്റ് സൈഡിൽ വരും. ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ് വാങ്ങിയാൽ പർച്ചേസസ് ഓഫ് അസറ്റ്സ് പേയ്മെന്റ് സൈഡിൽ വരും. ദെൻ റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് ഫണ്ട് പർപ്പസ് ഫണ്ട്സ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക പദ്ധതിക്കായിട്ടുള്ള ഫണ്ട് റിസീവ് ചെയ്താൽ അത് റെസിപ്റ്റ് സൈഡിൽ വരും. ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് വരുമാനമാണ്, റെസിപ്റ്റ് സൈഡിൽ വരും. ദെൻ ഓവർ ഡ്രാഫ്റ്റിന്റെ ക്ലോസിംഗ് ബാലൻസ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്, ബാങ്ക് അക്കൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് ക്ലോസിംഗ് ബാലൻസിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ദെൻ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്താൽ പേയ്മെന്റ് സൈഡിൽ വരും. ബാലൻസ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പേയ്മെന്റ് സൈഡിൽ വരും. ദെൻ നോർമലി നിങ്ങൾക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്, സാധാരണ ലെഡ്ജർ കൊണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഡെപ്പോസിറ്റോ ഓവർ ഡ്രാഫ്റ്റോ ഏതെങ്കിലും ഒന്നേ വരും, രണ്ടും കൂടി വരില്ല. അതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്ന ഏകദേശ ഐറ്റംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയായി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒന്ന്, ഇവിടെ ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ഐറ്റംസും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞ സംഗതിയാണ്. ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നോ വേർതിരിവില്ലാതെ എല്ലാ ഐറ്റംസും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബുക്ക്, അതായത് ക്യാഷും ബാങ്കും കൂടെ ഉള്ള ബുക്കിന് ഇക്വലന്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്കും വരും. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. റവന്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസും, റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ്, നേരത്തെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ റെസിപ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്
ഏത് റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടും. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ട്രാൻസാക്ഷൻസ്, അത് ബാങ്കുമായി ചെക്ക് പേയ്മെന്റ് ചെയ്യുന്നതായിക്കോട്ടെ, ക്യാഷ് പേ ചെയ്യുന്നതായിക്കോട്ടെ, ചെക്ക് റിസീവ് ചെയ്യുന്നതായിക്കോട്ടെ, ക്യാഷ് റിസീവ് ചെയ്യുന്നതായിക്കോട്ടെ, അത് റവന്യൂ ക്യാപിറ്റൽ ഐറ്റം വ്യത്യാസമില്ലാതെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് മിക്കവാറും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ട്, അതായത് ഈ ഫോർമാറ്റിൽ കുറെ ഐറ്റംസ് തരും. ഇതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനോ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകം മാറ്റണം, ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് പ്രത്യേകം മാറണം. അപ്പോൾ ഇതില് ക്യാപിറ്റൽ ഐറ്റംസ് ഏത്, റവന്യൂ ഐറ്റംസ് ഏത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഇതാണ് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ക്ലാസ്സിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് ഫോർമാറ്റ് വരച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇപ്പൊ നേരിട്ട ക്ലാസ് അല്ലാത്തത് കൊണ്ട്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിനൊരു ഫെസിലിറ്റി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഗൂഗിൾ ഷീറ്റിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ കഴിഞ്ഞ 2 ക്ലാസ്സിലെയും ക്വസ്റ്റ്യൻസ്, പഠിപ്പിച്ച ഭാഗങ്ങളിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മറ്റൊരു ഗൂഗിൾ ഷീറ്റും ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് രണ്ടും കൃത്യമായി നിങ്ങൾ തിരിച്ചെനിക്ക് റിപ്ലൈ ചെയ്ത് തരണം. അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസും ഞാൻ അപ്ലോഡ് ചെയ്തു തരാം. നിങ്ങൾ അത് തനിയെ പ്രാക്ടീസ് ചെയ്താൽ മതിയാകും. സംശയമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ, അതിനുള്ള ടൈം ഞാൻ ഫിക്സ് ചെയ്ത് തരാം നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആൻസർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ടൈം ഞാൻ ഫിക്സ് ചെയ്ത് തരാം. അതിനനുസരിച്ച് നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.